ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ഹോസിയയുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ഹൃദയം നൊന്ത് നിലവിളിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ കിടന്ന് വിലപിക്കുന്നു. നിരാശയുണ്ട് നിനക്ക്, നീ കരയുന്നുണ്ട്. പക്ഷെ ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഈ നോമ്പ് ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രം. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ മുറിവേൽപ്പിക്കുന്നു. സ്വയം വല്ല കിട്ടപ്പോരിന് വേണ്ടി, സമ്പത്ത് കിട്ടാൻ, അനുഗ്രഹം കിട്ടാൻ എന്ത് ത്യാഗം വേണേ ഏറ്റെടുക്കും, സ്വയം എന്ത് മുറിവ് ഏറ്റെടുക്കും. പക്ഷേ ഹൃദയം നൊന്ത് ദൈവത്തെ വിളിക്കാൻ മാത്രം എനിക്കും നിനക്കും കഴിയുന്നില്ല ഈ നോമ്പിൽ പോലും. സഹോദര, ഹോസിയ 7:14, ഹൃദയം നൊന്ത് നിലവിളിക്കുന്നതിന് പകരം എൻ്റെ ജനം കിടക്കെ കിടന്ന് വിലപിക്കുന്നുണ്ട്. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി സ്വയം മുറിവേൽപ്പിക്കുന്നുണ്ട്. സഹോദര, ഈ നോമ്പിന്റെ വിനാഴികയിൽ നീ ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചാൽ സമീപസ്ഥനാകുന്ന ദൈവം നിന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരും. വെറുതെ വിലപിച്ചത് കൊണ്ടോ ധാന്യത്തിനും സമ്പത്തിനും നേട്ടത്തിനും വേണ്ടി കുറെ ത്യാഗങ്ങൾ എടുത്തത് കൊണ്ടോ കാര്യമില്ല. ഹൃദയത്തെ പൂർണ്ണമായും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയാൽ നിന്റെ മേലെ കർത്താവിന്റെ ഒരു അധീശത്വവും മഹത്വവും ഇറങ്ങി വരും. ആമേൻ, ആമേൻ, ആമേൻ.